ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെയും വെറുതെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. ഏതൊരു മനുഷ്യൻ്റെയും പിറവിയുടെ പിന്നിൽ ദൈവത്തിന് തക്കതായ ഒരു ഉദ്ദേശ്യമുണ്ട്. നാം എല്ലാവരും ഈ ലോകത്തിൽ ജീവിച്ച് എങ്ങനെയെങ്കിലും അവസാനിച്ച് പോകാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ച, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ദൈവിക പദ്ധതിയുണ്ട്. ആ പദ്ധതി കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രവാചകൻ ഇപ്രകാരം പറയുന്നു: നിന്റെ വിളിക്ക് ഞാൻ യോഗ്യനൊന്നുമല്ല, എങ്കിലും ആ വിളിക്ക് ഞാനൊരു ചെറിയ ബാലനെ പോലെ ഉത്തരം പറയുന്നു എങ്കിൽ പോലും ഞാനൊരു ബാലനാണ് എന്ന് പറയുന്ന യെരമ്യാ പ്രവാചകനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ദൈവം പ്രവാചകനോട് പറയുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വേർതിരിച്ചു. സാധാരണ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു ജീവൻ തുടിക്കുമ്പോൾ അതിനൊരു രൂപമുണ്ട്. ചെറിയ ഒരു പുഴു പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കീടം പോലെയോ ജീവനുള്ളതായിട്ട് ഒരു ബോഡി അതിലുണ്ട്. എന്നാൽ ഇവിടെ കാണുന്നു, ഒരു ചെറിയൊരു ബോഡി ഈ ജീവനിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു കാണാത്ത വസ്തു പോലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ദൈവം എന്നെ കണ്ടു, ദൈവം പ്രവാചകനെ കണ്ടു, അല്ല, ദൈവം നിങ്ങളെ കണ്ടു. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വരവ് അമ്മയുടെ ഉദരത്തിൽ നിന്നല്ല, വേറെ എവിടെയോ ഒരു സ്ഥലത്ത്. അപ്പോൾ കാഴ്ച കൊണ്ട്, കണ്ണുകൊണ്ട് കാണാത്ത, ഒരു രൂപവുമില്ലാത്ത, ഒരു പേരുമില്ലാത്ത, ഏതെങ്കിലും വിധത്തിൽ ഒരു ഐഡന്റിഫിക്കേഷനും ഇല്ലാത്ത ഒരു വ്യക്തിത്വത്തെ കണ്ടു, വേർതിരിച്ചു എന്ന് പറയുന്നു. ഇതാണ് സകല മനുഷ്യരുടെയും പിന്നിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. യെരമ്യാ പ്രവാചകന് രാജ്യങ്ങളുടെ പ്രവാചകനായിട്ട രാജാക്കന്മാരോട് പ്രവചിക്കാനാണ് തന്നെ നിയമിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്താ? നമ്മെക്കുറിച്ച് ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് ഏത് വിധത്തിലാണ്? അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. അത് കണ്ടെത്തുവാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തോട് അപേക്ഷിക്കുക, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്ന മാർഗമാണുള്ളത്. ലോകം അതിൻ്റെ ആ ഓട്ടത്തിലേക്ക്, അതിൻ്റെ അവസാനത്തിലേക്ക് ഓടി നീങ്ങുമ്പോൾ, ഇതുവരെയും ജീവിച്ചിട്ട് ഇത്രയും നാളും ജീവിച്ചു, ഇത്ര വയസ്സ് വരെ നമ്മൾ ജീവിച്ചു, ദൈവം ഉദ്ദേശിച്ച ആ നിലയിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കോ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് വലിയ ലാഭമോ ഒന്നുമില്ല. ഇന്ന് നമുക്കങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്തായിരിക്കും എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം? എന്തായിരിക്കും ഞാൻ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം? ഭൂമി മുഴുവനും ഇരുട്ടായിരുന്ന സമയം, ഞാൻ തോമസ് ആൽവ എഡിസനെ കുറിച്ചാണ് പറയുന്നത്. ദൈവം ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുക, അവന് ബുദ്ധി കൊടുത്തു, അവൻ തോമസ് ആൽവ എഡിസൺ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹമാണ് നമ്മളൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്നതായ ബൾബ് കണ്ടുപിടിച്ചത്. പ്രകാശിതമാക്കാൻ ഓരോരുത്തരെ ഓരോ ദൗത്യമായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്താ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൗത്യം? നമുക്ക് എന്ത് ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റി? നമുക്ക് എന്ത് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റി? ദൈവത്തിന് വേണ്ടി നമുക്ക് എത്രത്തോളം സംസാരിക്കാൻ പറ്റി? നാം ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ ഉദ്ദേശം ഒക്കെ നാം നടത്തുന്നുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നമുക്ക് കണ്ടെത്തി അത് പൂർത്തീകരിക്കാനായിട്ട് കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത കണ്ടെത്തുന്നത്.